അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ 9ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ മുത്തഫിഫീനിലെ 29 മുതൽ 36 വരെയുള്ള അതിലെ അവസാന വചനങ്ങളാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്തൊന്ന് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون. ഇനി നമുക്കതിലെ 29-30 വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നോക്കാം. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ. ആയത്തിന്റെ അർത്ഥം, തീർച്ചയായും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, അജ്റമു, അവർ കുറ്റം ചെയ്ത ആളുകളാണ്. അപ്പൊ ഇന്നല്ലദീന അജ്റമു, തീർച്ചയായും കുറ്റം ചെയ്തവരായ ഒരു വിഭാഗം ആളുകൾ, കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകളെ സംബന്ധിച്ച് യദ്ഹഖൂൻ, കളിയാക്കി ചിരിക്കുന്നവരായിരുന്നു. ശേഷം 30ാമത്തെ വചനം, വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. അവരുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ, സത്യവിശ്വാസികളുടെ അരികിലൂടെ ഈ പറയപ്പെട്ട ആളുകൾ കടന്നു പോകുമ്പോൾ പരസ്പരം കണ്ണിട്ട് കാണിക്കുമായിരുന്നു, അല്ലെങ്കിൽ കളിയാക്കി കണ്ണിട്ട് ആംഗ്യം കാണിക്കുക. വഇദാ മർറു എന്ന് പറഞ്ഞാൽ അവർ നടന്നു നീങ്ങിയാൽ, മറ എന്ന പദത്തിന്റെ കൂടെ ബി എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറയ്ക്ക് ശേഷം ആ ഒരു സെന്റൻസിലായിക്കൊണ്ട് എവിടെയെങ്കിലും ബി എന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിന് അരികിലൂടെ എന്നൊരർത്ഥം ലഭിക്കുന്നതാണ്. വഇദാ മർറു ബി, അവർ അരികിലൂടെ നടന്നാൽ, ബിഹിം, അവരുടെ അരികിലൂടെ. അപ്പൊ ഈ പറയപ്പെട്ട വിഭാഗം ആളുകൾ, കുറ്റവാളികളായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസികളുടെ അരികിലൂടെ നടന്നു പോയാൽ യതഗാമസൂൻ, അവർ കണ്ണിട്ട് കാണിക്കും, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കും എന്നാണ്. ഇനി നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം തൊബരി റഹ്മഹുല്ല പറയുകയാണ്, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ എന്ന് പറഞ്ഞാൽ, ഇന്നല്ലദീന ഇക്തസബു അൽ മആസിം. ഇന്നല്ലദീന അജ്റമു എന്ന് പറഞ്ഞാൽ ഇക്തസബു അൽ മആസിം, അഥവാ കുറ്റങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ആളുകൾ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ. ഫകഫറു ബില്ലാഹി ഫിദ് ദുനിയ, ദുനിയാവിൽ അല്ലാഹുവിൽ സത്യനിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകൾ. കാനു, അവർ, ഫീഹാ മിനല്ലദീന അഖറു ബിവഹ്ദാനിയത്തില്ലാഹി വസദ്ദഖു ബിഹി, അവർ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അംഗീകരിക്കുകയും അവന്റെ ഏകത്വം സ്വീകരിക്കുകയും ചെയ്ത, അവനിൽ സത്യപ്പെടുത്തുകയും ചെയ്ത വിഭാഗം ആളുകളെ യദ്ഹഖൂൻ, അവരെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുമെന്നാണ്. ഇസ്തിഹ്സാഅൻ മിൻഹും ബിഹിം, അതാണ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. അഥവാ അവരെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുക എന്നാണ്. യദ്ഹഖൂൻ എന്ന പദത്തിന് ഭാഷാപരമായി ചിരിക്കുക എന്നൊരർത്ഥമാണുള്ളത്. അപ്പൊ അവിടെ ഇസ്തിഹ്സാഅൻ മിൻഹും എന്നൊരാശയത്തിലാണ് യദ്ഹഖൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുക, അവരെ നിന്ദിക്കുക എന്ന ആശയത്തിൽ. ഇനി നമുക്ക് തഫ്സീറുൽ ഖുർത്തുബിയിൽ നോക്കാം. അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലദീന അജ്റമു എന്ന് പറഞ്ഞാൽ വസഫ അർവാഹൽ കുഫാർ ഫി ദുനിയ മഅൽ മുഅ്മിനീൻ ബിസ്തിഹ്സാഇഹിം ബിഹിം വൽ മുറാദു റുഅസാഉ ഖുറൈശ് മിൻ അഹ്ലി ശിർക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
കുഫാറുകളായുള്ള ആളുകളുടെ സ്വഭാവം ദുനിയാവിൽ അവർ മുഅ്മിനീങ്ങളോടായി ഇടപഴകുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ പ്രകടമാക്കി കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുമ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്നത് റുഅസാഇ ഖുറൈശ് മിൻ അഹ്ലി ശിർക്ക്, മുശ്രിക്കീങ്ങളിൽപ്പെട്ട അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പരിഹസിക്കുകയും സ്വഹാബത്തിനെ ബുദ്ധിമുട്ടിക്കുകയും അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത കുഫാറുകളെ സംബന്ധിച്ചാണ്, അന്നുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളിലെ നേതാക്കന്മാരെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. അതിന്റെ സന്ദർഭം അതാണ് എന്നർത്ഥം. ഒരു കാര്യം പറഞ്ഞു വെച്ച ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഹുവൽ വലീദ് ഇബ്നു അൽ മുഗീറ. ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വലീദ് ഇബ്നു മുഗീറയാണ്. വഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് വൽ ആസ് ഇബ്നു വാഇൽ വഅസ്വദ് ഇബ്നു അബ്ദി യഗൂസ് വൽ ആസ് ഇബ്നു ഹിശാം വ അബൂ ജഹൽ വന്നദർ ഇബ്നു ഹാരിസ്. ഇത്രയും ഈ പറഞ്ഞ വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ്, അഥവാ അന്നുണ്ടായിരുന്ന കുഫാറുകളിലെ മുശ്രിക്കീങ്ങളിലെ നേതാക്കന്മാരായുള്ള ഈ വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. ഉലൈക കാനൂ മിനല്ലദീന ആമനൂ, അവര് ഈ പറഞ്ഞ ആളുകൾ വിശ്വാസികളായുള്ള ആളുകളെ പരിഹസിക്കുമായിരുന്നു. മിൻ അസ്ഹാബി മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട വിശ്വാസികളായുള്ള ആളുകളെ പരിഹസിക്കുമായിരുന്നു. മിസ്ല അമ്മാർ വ ഖബ്ബാബ് വ സുഹൈബ് വ ബിലാൽ, അമ്മാറിനെയും ഖബ്ബാബിനെയും സുഹൈബിനെയും ബിലാലിനെയും പോലെയുള്ള സ്വഹാബ കിറാമിനെ പരിഹസിച്ചുകൊണ്ട് അവരെ കളിയാക്കി ചിരിക്കുമായിരുന്നു എന്നാണ്. യദ്ഹഖൂൻ എന്ന് പറഞ്ഞാൽ അലാ വജ്ഹി സുഖ്രിയ, പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നതായിക്കൊണ്ട് നമുക്ക് വായിക്കാം. യുഖ്ബിറു തആല അനിൽ മുജ്രിമീന അന്നഹും കാനൂ ഫിദ്ദാരി ദുനിയ യദ്ഹഖൂന മിനൽ മുഅ്മിനീൻ. മുജ്രിമീങ്ങളായ ആളുകളെ ദുനിയാവിൽ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ പരിഹസിച്ചുകൊണ്ട് ഇവിടെ ചിരിക്കുന്നു എന്ന കാര്യം അല്ലാഹു ഇവിടെ പറഞ്ഞു. ഐ യസ്തഹ്സിഊന ബിഹിം വയഹ്തകിറൂനഹും, അവരെ കളിയാക്കുകയും അവരെ നിന്ദിക്കുകയും കൊച്ചായി കാണുകയും, വഇദാ മർറൂ ബിൽ മുഅ്മിനീൻ, അവരുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ യതഗാമസൂന അലൈഹിം, അവരെ കയ്യും കാലും കാണിച്ച് ആംഗ്യം കാണിച്ച് ഗോഷ്ഠി കാണിച്ച് അവരെ നിന്ദിക്കുകയും ചെയ്യും. മുഹ്തഖിരീന ലഹും, അവരെ ഒന്നുമല്ലാത്തതായി ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യകാലം മുതലേ മുഅ്മിനീങ്ങൾ അനുഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് 31-ാമത്തെ വചനത്തിലേക്ക് കടക്കാം. വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ഇൻഖലബൂ ഫകിഹീൻ. അതിന്റെ അർത്ഥം, അവരുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രസിച്ചുകൊണ്ട് അവർ തിരിച്ചു ചെല്ലുമായിരുന്നു. വഇദൻഖലബൂ, അവർ തിരിച്ചു മടങ്ങിച്ചെന്നാൽ, അഥവാ ഈ മുജ്രിമീങ്ങളായുള്ള ആളുകൾ അവരുടെ കുടുംബക്കാരിലേക്ക് തിരിച്ചു പോയാൽ, ഇലാ അഹ്ലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തക്കാരിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടക്കാരിലേക്ക്, ഇൻഖലബൂ അവർ തിരിച്ചു ചെല്ലും, ഫകിഹീൻ രസിക്കുന്നവരായിക്കൊണ്ട്. 32-ാമത്തെ വചനവും നോക്കാം. വഇദാ റഔഹും ഖാലൂ ഇന്ന ഹഉലാഇ ലദാല്ലൂൻ. അവരെ അഥവാ സത്യവിശ്വാസികളെ അവർ കാണുമ്പോൾ, ഈ മുജ്രിമീങ്ങളായുള്ള ആളുകൾ സത്യവിശ്വാസികളെ കാണുമ്പോൾ തീർച്ചയായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെയാണ് എന്നവർ പറയുകയും ചെയ്യുമായിരുന്നു. വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ, അവർ അവരെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ അഥവാ മുജ്രിമീങ്ങളായുള്ള ആളുകൾ സത്യവിശ്വാസികളെ കണ്ടാൽ, ഖാലു അവർ പറയും, ഈ മുജ്രിമീങ്ങളായുള്ള ആളുകൾ പറയും, ഇന്ന ഹഉലാഇ ലദാല്ലൂൻ, തീർച്ചയായും ഈ വിഭാഗം ആളുകൾ അവർ വഴിപിഴച്ചവർ തന്നെയാണ്. ദാല്ലൂൻ എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചവർ തന്നെയാണ്. തന്നെയാണ് എന്ന അർത്ഥം വരുന്നത് ല എന്ന പദത്തിൽ നിന്നാണ്. നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ഇൻഖലബൂ ഫകിഹീൻ എന്ന് പറഞ്ഞാൽ ഐ ഇദൻഖലബ, അവർ മടങ്ങിയാൽ, ഐ റജഅ അവർ മടങ്ങിയാൽ, ഹഉലാഇ അൽ മുജ്രിമൂൻ ഈ മുജ്രിമീങ്ങളായുള്ള ആളുകൾ, ഇലാ മനാസിലിഹിം അവരുടെ ഭവനങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിച്ചെന്നാൽ, ഇൻഖലബൂ ഇലൈഹാ ഫാകിഹീൻ അവരെ പരിഹസിച്ചുകൊണ്ടായിരിക്കും അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുക എന്നാണ്. അഥവാ വീട്ടിലേക്ക് പോയാലും ഈ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. അവരുടെ വീട്ടുകാരോട് പോലും
ഇവരുടെ കാര്യങ്ങൾ പറയുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുമെന്നാണ്. ഫക്കിഹീൻ എന്ന ആ ഒരു പദം അതിന്റെ ഭാഷാപരമായി അത് വരാറുള്ളത് ഫാക്കിഹീൻ എന്നാണ്. എന്നാൽ ഫക്കിഹീൻ എന്നും പ്രയോഗിക്കാറുണ്ട്. മറ്റൊരു ഖിറാഅത്തിൽ ഫാക്കിഹീൻ എന്നും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഐ മഹ്മാ തലബു വജദു. ഇപ്രകാരം മുഅ്മിനീങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഈ മുജ്രിമീങ്ങളായുള്ള കുറ്റവാളികളായുള്ള ആളുകൾ ഇങ്ങനെ നടക്കുകയും ദുനിയാവിൽ ഉടനീളം അവരെ പരിഹസിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുകയും ചെയ്യുമെന്നാണ്. വമാ ഹാദാ മാ ശക്കറു നിഅമതല്ലാഹി അലൈഹിം. അങ്ങനെ അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ അവർ മറന്നു പോവുകയും ചെയ്യും. ബലിസ്തഗലു ബിൽ ഖൗമിൽ മുഅ്മിനീൻ യഹ്തകിറൂനഹും വയഹ്സദൂനഹും. അള്ളാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ അവർ നിർവഹിക്കേണ്ടതായുള്ള ബാധ്യതകൾ നിർവഹിക്കുവാനുമെല്ലാം അവർ അശ്രദ്ധരായിരിക്കും. ഈ ഒരു മുഅ്മിനീങ്ങളായുള്ള ആളുകളെ പരിഹസിക്കുകയും അവരുടെ പിന്നാലെ കൂടി അവരെ ഇല്ലാതാക്കുവാനും അതേപോലെ തന്നെ ജനമധ്യത്തിൽ അവരെ ഇകഴ്ത്തുവാനും വേണ്ടി അവർ അവസരം തപ്പി നടക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അവർ മറന്നു പോകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ജനവിഭാഗത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് നോക്കാം. ثم قال تعالى وإذا رأوهم قالوا إن هؤلاء لضالون എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ ആശയം, وإذا رأوهم എന്ന് പറഞ്ഞാൽ ഐ റഅൽ മുജ്രിമൂന അൽ മുഅ്മിനീൻ. മുജ്രിമീങ്ങളായുള്ള ആളുകൾ മുഅ്മിനീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഖാലു അവർ പറയും ഇന്ന ഹഉലാഇ ലദാല്ലൂൻ, തീർച്ചയായും ഈ വിഭാഗം ആളുകൾ ഏറെ വഴിപിഴച്ചവർ തന്നെയാണ്. ദാല്ലൂന അനിസ് സവാബ്, വഴിപിഴച്ചവർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മുതഅഖിറൂന മുതസമ്മിതൂന മുതശദ്ദിദൂൻ, അവർ മതം സ്വീകരിച്ചുകൊണ്ട് അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. അഥവാ ദുനിയാവിൽ ആസ്വദിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഈ മുഅ്മിനീങ്ങളായുള്ള ആളുകൾ ദുനിയാവിൽ ആസ്വദിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ഈ മുഅ്മിനീങ്ങളെ പരിഹസിക്കുമെന്നാണ്. അത് മുതസമ്മിതൂൻ മുതശദ്ദിദൂൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അവരെ സംബന്ധിച്ച് പറയുകയും അവർ ഈ രീതിയിൽ മുതശദ്ദിദീങ്ങളാണ്, കണിശത പുലർത്തുന്നവരാണ്, അവരും അവരുടെ ഒരു ദീനുമായി കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നിങ്ങനെ പരിഹസിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും ചെയ്യുമെന്നാണ്. ശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ആധുനിക പണ്ഡിതനായതുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വലഖദ് കാന ലിഹഉലാഇ സലഫ്, ഈ പറയപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വചനം അവതീർണമാകുമ്പോൾ സ്വാഭാവികമായും അത് മുൻകാല സലഫുകൾ നേരിട്ട ഒരു പ്രയാസമായി കൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലഖദ് കാന ലിഹഉലാഇ സലഫ്, ഈ സലഫുകൾ അനുഭവിച്ച ഈ പ്രയാസങ്ങൾ അത് ഖലഫുൻ ഫി സമാനിന അൽയൗം, ഇന്ന് അവർക്ക് ചില പിൻഗാമികളും ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് ചില പിൻഗാമികൾ ഇന്നും ഉണ്ട്. കാരണം അന്ന് സലഫുകൾ സ്വീകരിച്ച അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട ആശയം അത് ഇന്ന് സ്വീകരിക്കുന്ന വ്യക്തികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അനുഭവിച്ച പ്രയാസങ്ങളും ഇന്ന് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികൾക്കും അനുഭവിക്കേണ്ടി വരും എന്നാണ്. വമാ ഖബലഹു വമാ ബഅദഹു, അത് ഈ ഒരു കാലഘട്ടത്തിലും ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും അവർക്ക് പിൻഗാമികൾ ഉണ്ടായിരിക്കും എന്നാണ്. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ അന്ന് സ്വഹാബത്ത് അനുഭവിച്ച പ്രയാസങ്ങൾ അവർക്ക് പിൻഗാമികളായിക്കൊണ്ട്, ആ സ്വഹാബത്തിന് പിൻഗാമികളായിക്കൊണ്ട് ഇന്നുണ്ടായിരിക്കും എന്നാണ്. അന്നാസി മൻ യഖൂലു അൻ അഹ്ലിൽ ഖൈർ, നന്മയുടെ ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ വിഭാഗം ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നഹും റജഇയ്യൂൻ, അവർ മടങ്ങുന്ന ആളുകളാണ്, ഇന്നഹും മുതഖല്ലിഫൂൻ, അവർ തെറിച്ചു നിൽക്കുന്നവരാണ് എന്നിങ്ങനെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടേയിരിക്കും. വയഖൂലൂന അനിൽ മുൽതസിം, മതത്തിന്റെ നിയമങ്ങൾ ശക്തമായ രീതിയിൽ പാലിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പറയും, ഇന്നഹു മുതശദ്ദിദുൻ മുതസമ്മിതുൻ, അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്, കുറച്ച് കണിശത പുലർത്തുന്നവരാണ് എന്നിങ്ങനെ പരിഹാസ രീതിയിൽ അവർ പറയുമെന്നാണ്. അപ്പം മതനിയമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് പലപ്പോഴും പലർക്കും ഒരു അരോചകമായി തോന്നാറുണ്ട്. അത് അവർ സ്വീകരിക്കുന്നതിലും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ സ്വീകരിക്കുന്നതിലും അവർക്ക് അരോചകമായി അനുഭവപ്പെടും എന്നുള്ളതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് വഫൗക ഹാദാ കുല്ലിഹി മൻ ഖാലൂ ലിർറുസുൽ, പ്രവാചകന്മാരോടും ഇതേ രീതിയിൽ ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതേ രീതിയിൽ എന്നാൽ അതിനേക്കാൾ എത്രയോ ശക്തമായുള്ള ഭാഷയിൽ തന്നെ പ്രവാചകന്മാരോട് ജനങ്ങൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അവരുടെ മേൽ ആക്ഷേപിച്ചിട്ടുണ്ട്, അവരുടെ മേൽ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറയുന്നു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലൂ സാഹിറുൻ ഔ മജ്നൂൻ. ഏതൊരു പ്രവാചകൻ അല്ലാഹു നിശ്ചയിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അയാൾ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ അയാൾക്കെന്തോ ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള സംസാരം അവരുടെ മേൽ ആരോപിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ പ്രവാചകന്മാരുടെ അനന്തരർ എന്നുള്ള നിലക്ക് ഫവറസത്തുർ റസുൽ, ആ പ്രവാചകന്മാരുടെ അനന്തരർ എന്നുള്ള നിലക്ക് മിൻ അഹ്ലിൽ ഇൽമി വദ്ദീൻ, അവരുടെ ദീനും അവരുടെ സ്വഭാവവും ഒക്കെ സ്വീകരിക്കുന്നു എന്നുള്ള നിലക്ക് സയനാലുഹും മിൻ അഅദാഇർ റസുൽ, അവരുടെ ശത്രുക്കളിൽ നിന്നും അവർക്ക് ഏൽക്കേണ്ടി വന്നുള്ള കാര്യങ്ങൾ മനാല റസുൽ, ആ പ്രവാചകന്മാർ ഏറ്റതായുള്ള കാര്യങ്ങൾ മിൻ അൽഖാബിസ്സു ഇവസുഖ്രിയ, അത് നിന്ദ്യതകളായിക്കൊണ്ടും അതേപോലെ തന്നെ മോശമായുള്ള നാമങ്ങളായിക്കൊണ്ടുമാകട്ടെ, വമാഷ്ബഹദാലിക്ക് ഏത് കാര്യങ്ങളായിക്കൊണ്ടുമാകട്ടെ അത് നമ്മളും ഏൽക്കേണ്ടി വരും എന്ന് തന്നെയാണ്. പ്രവാചകന്മാരുടെ പാത നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ മോശം സംസാരങ്ങളും ഒക്കെ നമ്മളും ഏൽക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഫത്ഹുൽ ബയാനിൽ ഇമാം സിദ്ദീഖ് ഹസൻ ഖാൻ പറയുന്നതായി കൊണ്ട് കാണാം, വ ഇദാ റഅൗഹും എന്ന് പറഞ്ഞാൽ ഐ ഇദാ റഅൽ കുഫാർ അൽ മുസ്ലിമീൻ, കുഫാറുകളായുള്ള ആളുകൾ മുസ്ലിങ്ങളെ കണ്ടാൽ ഫി അയ്യി മക്കാനിൻ, ഏത് സ്ഥലത്ത് വെച്ചായിക്കോട്ടെ, അത് ജനമധ്യത്തിലോ ഒറ്റക്കോ അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും ആകട്ടെ, മതം കൃത്യമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റുള്ള കുഫാറുകളായുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഖാലു, അവരെ കുറിച്ച് ഇവർ പറയുമെന്നാണ്, ഇന്ന ഹഉലാഇ ലദാല്ലൂൻ, അവർ വഴിപിഴച്ചവരാണ്. അഥവാ ഫി ഇത്തിബാഇഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന ആ ഒരു പ്രവാചകനെ അവർ സ്വീകരിച്ചുകൊണ്ട് ഇവർ വഴിപിഴച്ചു പോയിട്ടുണ്ട് എന്നിങ്ങനെ ആക്ഷേപിച്ച് പറയും. വ തമസ്സുകിഹിം ബിമാ ജാഅ ബിഹി, ആ മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ആ മുഹമ്മദിനെ സ്വീകരിച്ചുകൊണ്ട് ഇവർ വഴിപിഴച്ചു പോയിട്ടുണ്ട്. വതർക്കിഹിം തനഉമൽ ഹാദിർ, ഇന്നവർക്ക് വന്നു കിട്ടിയിട്ടുള്ള ആസ്വാദനങ്ങളിൽ മുഴുകാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിന്റെ സംസാരം കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് അവനെ വഴിപിഴപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പല ജനങ്ങളും പറഞ്ഞേക്കാം എന്നാണ്. അതേപോലെ തന്നെ ഖദഅ മുഹമ്മദുൻ ഹഉലാഇ, ഈ വിഭാഗം ആളുകളെ മുഹമ്മദ് ഇതാ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. ലിമാ യർജിഉനഹു ഫിൽ ആഖിറതി മിനൽ കറാമാത്ത്, ഏതോ വരാനിരിക്കുന്ന ലോകത്ത് എന്തൊക്കെയോ കറാമത്തുകൾ ഉണ്ട്, അള്ളാഹു ആദരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴുള്ള ആസ്വാദനങ്ങളിൽ മുഴുകാൻ അവരെ സമ്മതിക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുകയാണ് എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ ആ വിഭാഗം ആളുകൾ നടത്തും. അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ ഇതൊക്കെ പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് 33-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വമാ ഉർസിലു അലൈഹിം ഹാഫിലീൻ, അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടക്കാരായിട്ട് അവർ നിയോഗിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വമാ ഉർസിലു, അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ല, അഥവാ ഈ സത്യനിഷേധികൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല. അലൈഹിം, അവരുടെ മേൽ അഥവാ സത്യവിശ്വാസികളുടെ മേൽ അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ല. സൂക്ഷിപ്പുകാരായിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നോക്കുവാൻ മേൽനോട്ടക്കാരായിക്കൊണ്ട് ഇവരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, വമാ ഉർസിലു അലൈഹിം ഹാഫിലീൻ എന്ന് പറഞ്ഞാൽ ഐ വമാ ബുഇസ ഹഉലാഇൽ മുജ്രിമൂൻ ഹാഫിലീന അലാ ഹഉലാഇൽ മുഅ്മിനീൻ മാ യസ്ദുറു മിൻ അഅ്മാലിഹിം വഅഖ്വാലിഹിം വലാ കുല്ലിഫൂ ബിഹിം, അഥവാ സത്യവിശ്വാസികൾ പറയുന്ന സംസാരവും അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിത രീതിയും ഒക്കെ മേൽനോട്ടം വഹിക്കുവാൻ ഈ പറഞ്ഞ കുഫാറുകളെ ആരും നിയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് ഫലിമഷ്തഗലൂ ബിഹിം, പിന്നെന്തിനാണ് ഈ വിഭാഗം ആളുകളുടെ പിന്നാലെ ഇവർ കൂടിയിരിക്കുന്നത്? വജഅലൂഹും നുസ്ബ അയുനിഹിം, അവരുടെ കൺവട്ടത്തെല്ലാം ഇവർ എത്തുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു വചനം അള്ളാഹു ഉന്നയിച്ചിട്ടുള്ളത് എന്നാണ്. കമാ ഖാല തആല സൂറത്തുൽ മുഅ്മിനൂനിൽ 108 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖാല ഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ
ഫഗ്ഫിർ ലനാ വറഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. നരകത്തിൽ ഈ കുഫാറുകളായുള്ള ആളുകളെ പ്രവേശിപ്പിച്ച ശേഷം അള്ളാഹു അവരോടായിക്കൊണ്ട് പറയുകയാണ്, ഇഹ്സഉ ഫീഹാ, നിങ്ങൾ അവിടെ നിന്നിരായി കഴിഞ്ഞുകൊള്ളുക, വലാ തുകല്ലിമൂൻ, എന്നോട് ഇനി നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, തീർച്ചയായും ഈ വിഭാഗം ആളുകൾ അഥവാ സത്യവിശ്വാസികളായുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, അവർ എന്റെ അടിമകളാണ്. എങ്ങനെയുള്ള അടിമകളാണ്? യഖൂലൂന റബ്ബന ആമന്നാ ഫഗ്ഫിർ ലനാ വറഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചിരുന്നവരാണ്. അവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നവരാണ്. ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്, അവനിതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നവർ തേടിയിരുന്നു. ഞങ്ങൾക്ക് മാപ്പ് തരണേ, അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കണേ, നീയാണ് ഏറ്റവും അധികം കരുണ കാണിക്കുന്നവൻ, ഏറ്റവും ഉത്തമനായുള്ളവൻ നീയാണ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ മുഴുകിയിരുന്നവരായിരുന്നു അവർ. അതേപോലെ തന്നെ വിശ്വസിച്ചവരായിരുന്നു എന്ന് അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുമെന്നാണ്. ഫത്തഖും കുഫാറുകളായുള്ള ആളുകളോട് അള്ളാഹു പറയും, ഫത്തഖതുമൂഹും സിഖ്രിയ, നിങ്ങൾ അവരെ കളിയാക്കുന്നവരായിക്കൊണ്ടാണ് സ്വീകരിച്ചത്. ഹത്ത അൻസൗകും ദിക്രി, എന്റെ സ്മരണകൾ പാടെ മറന്നു കളയുന്ന വിധത്തിൽ നിങ്ങൾ അവരെ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. വകുൻതും മിൻഹും തൽഹഖൂൻ, അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഇന്നി ജസൈതുഹുമുൽ യൗം ബിമാ സബറു, അവർ ക്ഷമിച്ചതിന് ഇന്ന് നാം അവർക്കിതാ പ്രതിഫലം നൽകിയിരിക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവർ തന്നെയാണ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് മുന്നിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനെ ഇപ്രകാരം പ്രഖ്യാപിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഇനി നമുക്ക് 34-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഫല്യൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ, എന്നാൽ അന്ന് ഖിയാമത്ത് നാളിൽ ആ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കി ചിരിക്കുന്നതാണ്. ഫല്യൗമ എന്നാൽ അന്ന്, അഥവാ അർത്ഥമാക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ. അല്ലദീന ആമനു വിശ്വസിച്ചവരായുള്ള ആളുകൾ മിനൽ കുഫാരി അവിശ്വാസികളെ പറ്റി യദ്ഹഖൂൻ പരിഹസിച്ച് ചിരിക്കുന്നതായിരിക്കും എന്നാണ്. അലൽ അറാഇകി യൻദുറൂൻ, സോഫകളിൽ ഇരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും. അലൽ അറാഇക് എന്ന് പറഞ്ഞാൽ അലങ്കൃത കട്ടിലുകൾ അഥവാ സോഫകൾ. യൻദുറൂൻ അവർ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, ഫല്യൗമ എന്ന് പറഞ്ഞാൽ യഅനി യൗമുൽ ഖിയാമ, ഇവിടെ യൗമുൽ ഖിയാമ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ എന്ന് പറഞ്ഞാൽ ഐ ഫി മുഖാബലതി മാ ലഹക ബിഹിം ഉലൈക്, ദുനിയാവിൽ തങ്ങളെ പരിഹസിച്ച് പരിഹാസങ്ങളുമായി കൊണ്ട് പിന്നാലെ നടന്ന് പ്രയാസപ്പെടുത്തിയ വിഭാഗം ആളുകൾ, അവർക്കുള്ള മറുപടിയായിക്കൊണ്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം തിരിച്ച് അവരെ പരിഹസിക്കുന്നതായിരിക്കും എന്നാണ്. അലൽ അറാഇകി യൻദുറൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം കഴിഞ്ഞ വചനങ്ങളിലായിക്കൊണ്ട് നാം ദീർഘമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലൽ അറാഇകി യൻദുറൂൻ അഥവാ സോഫകളിലിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഫി മുഖാബലതി മൻ സഅമ ഫീഹിം അന്നഹും ളാല്ലൂൻ, തങ്ങൾ വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാരാണോ അവരിലേക്കെതിരായിക്കൊണ്ടായിരിക്കും സത്യവിശ്വാസികൾ ഉണ്ടായിരിക്കുക എന്നാണ്. ലൈസു ബിളാല്ലീൻ, അവർ വഴിപിഴച്ചവരല്ല എന്നവർക്ക് ബോധ്യമാകും. ബൽ ഹും മിൻ ഔലിയാ ഇല്ലാഹിൽ മുഖറബീൻ, മറിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരായ യഥാർത്ഥ ഔലിയാക്കളാണ് അവർ, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളാണ്, വിജയികളാണ് അവർ. യൻദുറൂന ഇലാ റബ്ബിഹിം ഫീ ദാരി കറാമത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുള്ള ആദരങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നോക്കിയിരിക്കുന്നവരായിരിക്കും എന്നാണ്. ഇനി അതുൽ ബയാനിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇമാം ശൻഖീതി റഹ്മഹുല്ലാഹ് പറയുകയാണ്, വഹാദാ റദ്ദുൻ അലാ സുഖ്രിയത്തിൽ മുശ്രിക്കീന മിൻഹു ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് മുശ്രിക്കീങ്ങളായുള്ള ആളുകൾ തങ്ങളോട് കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കുമുള്ള മറുപടിയായിക്കൊണ്ടായിരിക്കും ഈ രീതിയിൽ വിശ്വാസികൾ പ്രവർത്തിക്കുക എന്നാണ്. സൂറത്തുൽ ബഖറയിലെ 212-ാമത്തെ വചനത്തിൽ കാണാം, അള്ളാഹു പറയുന്നു, വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, തഖ്വയുള്ള ആളുകൾ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. മീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, സുമ്മ ഖാല തആല ഫൽയൗമ അല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ എന്ന് പറഞ്ഞാൽ അൽ മഅന, അതിന്റെ അർത്ഥം ഫല്ലദീന ആമനൂ യദ്ഹഖൂനൽ യൗമ മിനൽ കുഫാർ, നിങ്ങളായുള്ള ആളുകൾ കുഫാറുകൾക്കെതിരിൽ നിന്നുകൊണ്ട് അവർ ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാണ്. വഹാദ വല്ലാഹി ഹുവൽ ലഹ്ഖു അല്ലദീ ലാ ബുകാഅ ബഅദ, ഈ ഒരു ചിരി എന്ന് പറഞ്ഞാൽ
കേവലം ദുനിയാവിൽ വെച്ച് കുഫാറുകൾ ചിരിച്ച ചിരിയല്ല, മറിച്ച് ശേഷം ഇനിയൊരു കരച്ചിലോ അല്ലെങ്കിൽ ഒരു സങ്കടമോ വരാനില്ലാത്ത അനന്തമായ ചിരിയായിരിക്കും, അനന്തമായ സന്തോഷമായിരിക്കും അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരിക്കുക എന്നാണ്. അമ്മാ ലഹ്കുൽ മുജ്രിമീന ബിൽ മുഅ്മിനീന ഫിദ്ദുനിയ, എന്നാൽ മുജ്രിമീങ്ങളായുള്ള ആളുകൾ, കുറ്റവാളികളായുള്ള ആളുകൾ ദുനിയാവിൽ മുഅ്മിനീങ്ങളെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്ന ചിരി ഫസയഅഖുബുഹു അൽബുക, അതിന്റെ അവസാനമുണ്ടായിരുന്നു, അതിന്റെ പിന്നാമ്പുറത്തൊരു കരച്ചിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൽ ഹുസ്ൻ വൽ വൈൽ വസ്സബൂർ, അതേപോലെ തന്നെ അതിന്റെ പിന്നാമ്പുറത്ത് ഒരു സങ്കടവും ഒരു വൈലും ഒരു നാശവും പരിപൂർണമായുള്ളൊരു നാശവും അതിലുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതപ്പോൾ അവിടെ വെച്ച് അവർക്ക് ബോധ്യമാവുകയും ചെയ്യുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിലെ ഏറ്റവും അവസാന വചനം 36-ാമത്തെ ആയത്ത്, ഹൽ സുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ആയത്തിന്റെ അർത്ഥം, സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്. അഥവാ കഴിഞ്ഞ വചനത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്തിന് അർത്ഥം വെക്കേണ്ടത്. അപ്പോൾ പറയുമ്പോൾ സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന് അലങ്കൃത കട്ടുകളിൽ ഇരുന്നു കൊണ്ട് സത്യവിശ്വാസികൾ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അൽ സുവ്വിബ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്. അൽ കുഫാർ അവിശ്വാസികൾക്ക്, മാകാനു അവർ ആയിരുന്നതിന്, യഫ്അലൂൻ അവർ ചെയ്യുന്നതിന്, അപ്പൊ അവർ ചെയ്തിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടിരുന്നുവോ എന്ന്. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, ഹൽ സുവ്വിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ ഐ ഹൽ ജൂസിയൽ കുഫാർ. സുവ്വിബ എന്ന പദത്തിന്റെ മറ്റൊരു പര്യായ പദമാണ് ജൂസിയ എന്നുള്ളത്. ജൂസിയ ജസാ നൽകപ്പെടുക, പ്രതിഫലം നൽകപ്പെടുക. സുവ്വിബ എന്ന് പറഞ്ഞാൽ സബാബ് നൽകപ്പെടുക, പ്രതിഫലം നൽകപ്പെടുക. രണ്ടും ഒരർത്ഥമാണ്, പര്യായ പദങ്ങളാണ്. അലാ മാ കാനൂ യുഖാബിലൂന ബിഹിൽ മുഅ്മിനീന മിനൽ ഇസ്തിഹ്സാഇ വത്തനഖുസി അംല, അഥവാ പണ്ട് മുഅ്മിനീങ്ങളെ പരിഹസിക്കുകയും അവരുടെ പിന്നാലെ കൂടി അവർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന മുനാഫിക്കീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ശക്തമായ രീതിയിലുള്ള പ്രതിഫലം തന്നെ അവർക്ക് നൽകുന്നതായിരിക്കും. അപ്പോ ആ ഒരു ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത്. യഅനി ഖദ് ജൂസു ഔഫറൽ ജസാഇ വഅതമ്മഹു വഅക്മലഹു, ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ മറുപടി തന്നെ അവർക്കിതാ ലഭിച്ചിരിക്കുന്നു, അതിന്റെ എല്ലാ പൂർണ്ണതയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം, ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, ഹൽ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ ആ ഒരു ചോദ്യ ഭാഗം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഹുന ലിത്തഖരീർ, അതൊരു അംഗീകരിക്കുന്ന രീതിയിലാണ്. അപ്പോ സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തഖരീറിന്റെ അർത്ഥമാണ്, ഒരു അംഗീകാരത്തിന്റെ അർത്ഥമാണ് അവിടെ നൽകേണ്ടത് എന്നാണ്. ഐ ഇന്നല്ലാഹ ഖദ് സവ്വബൽ കുഫാറ വജസാഹും ജസാഅ ഫിഅലിഹിം ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് അവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇതാ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു എന്നൊരർത്ഥമാണ് വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കമുൻ അദ്ലുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നീതിയുക്തമായി വിധിക്കുന്നവനാണ്. ഫഹുക്കുമുഹു ദാഇറുൻ ബൈനൽ അദ്ലി വൽ ഫദ്ൽ, അല്ലാഹുവിന്റെ വിധി അത് നീതിക്കും അതേപോലെ തന്നെ ഔദാര്യത്തിനും ഇടയിലായിരിക്കും ഉണ്ടായിരിക്കുക. ബിന്നിസ്ബത്തി ലില്ലദീന ആമനു, സത്യവിശ്വാസികളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വിധി ഉണ്ടായിരിക്കുക. ഹുക്മുഹു വജസാഉഹു, അല്ലാഹുവിന്റെ പ്രതിഫലവും വിധിയുമെല്ലാം ഫദ്ലുൻ, അതൊരു ഔദാര്യം കണക്കെയായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ വബിന്നിസ്ബത്തി ലിൽ കാഫിരീൻ, സത്യനിഷേധികളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹുക്മുഹു, അല്ലാഹുവിന്റെ വിധിയും അല്ലാഹുവിന്റെ പ്രതിഫലവും ഉണ്ടായിരിക്കുക അദ്ലുൻ, നീതിയുക്തമായ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അഥവാ സത്യവിശ്വാസികൾക്ക് അവർ ചെയ്ത നന്മയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് അധികമായി പ്രതിഫലം നൽകുമെന്നാണ്. എന്നാൽ കാഫിരീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുള്ള തിന്മകളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് അധികമായി ശിക്ഷ നൽകുകയില്ല, മറിച്ച് അത് നീതിയുക്തമായി അവർ ചെയ്തതെന്താണോ അതിന് മാത്രമേ അവർക്ക് ശിക്ഷ നൽകുകയുള്ളൂ എന്നാണ്. അതാണ് അദലും ഫദലും തമ്മിലുള്ള വ്യത്യാസം. അദിൽ എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്തത് അത് നീതിയുക്തമായി അതിന് അനുസൃതമായ പ്രതിഫലം നൽകുക. ഫദൽ എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രയാണോ അതിനേക്കാൾ ഇരട്ടിയായി അല്ലെങ്കിൽ അതിനേക്കാൾ ഔദാര്യമായി കൊണ്ട് കുറച്ചുകൂടി അധികം നൽകുക എന്നുള്ളതാണ്. അതാണ് രണ്ടാം.
ഇനി അവസാനം ഇബ്രാഹിം അവസാനിക്കുന്നു എന്നതിനാൽ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല ഒരു പ്രാർത്ഥനയോടെ അത് അവസാനിപ്പിക്കുന്നതായിട്ട് കാണാം. ഫൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹാദാ തമ്മൽ കലാം അല്ലദീ യസ്സറഹു അല്ലാഹു അസ്സ വജൽ അലാ സൂറത്തിൽ മുത്തഫിഫീൻ നസ്അലുല്ലാഹ തആല അൻ യൻഫഅനാ വഇയ്യാകും ബിഹി വഅൻ യജ്അലനാ മിനൽ മുത്തഇദീന അൽ വാഇദീൻ. ആയിക്കൊണ്ട് ഐസറു തഫാസീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അതിന്റെ ചില ഈകളിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് അത്തൻദിയദ് ബിൽ ഇജ്റാം വൽ മുജ്രിമീൻ. ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ ഗുണപാഠം അത് തെറ്റുകൾ ചെയ്താൽ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്താൽ അതിനുള്ള ഖേദം ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. രണ്ടാമത്തേത് ബയാനു മാ കാന അലൈഹിൽ മുശ്രികൂന ഫീ മക്ക വമാ ലഖിയഹുൽ മുഅ്മിനൂന മിൻഹും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സ്വഭാവവും അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങളും ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം ബയാനു അന്നൽ മുഅ്മിനീന സയറൗനൽ മുശ്രികീന ഫീൽ ജഹീം വയൽഹഖൂന മിൻഹും വഹും ഫീ നഈമിഹിം വൽ മുശ്രികൂന ഫീ ജഹീമിഹിം. അഥവാ പരലോകത്തെ നരകത്തിൽ മുശ്രിക്കീങ്ങളായുള്ള ആളുകൾ കിടക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ മുഅ്മിനീങ്ങളായുള്ള ആളുകൾ സുഖമനുഭവിക്കുന്ന സാഹചര്യത്തിൽ മുഅ്മിനീങ്ങൾ സത്യനിഷേധികളെ കാണുന്നൊരവസരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ബയാനു ഇക്റാമില്ലാഹി ലി ഔലിയാഇഹി വ ഇഹാനതിഹി തആല ലി അഅദാഇഹി. അല്ലാഹുവെ അനുസരിച്ചുകൊണ്ട് തഖ്വ പാലിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളെ അല്ലാഹു ആദരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിന്ദിത കാണിച്ചുകൊണ്ട് ഇഹലോകത്തെ ജീവിതം നയിക്കുന്ന സത്യനിഷേധികളായുള്ള ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു അതിന് പ്രതിഫലം നിന്ദിത തന്നെ നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യവും ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.